വിഷയത്തെ അവതരിപ്പിച്ച് ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ അവറുകൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വബില്ലാഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുമ്മ ജഅൽ കൈദഹും ഫീ നുഹൂരിഹിം വക്ഫിനാ ശുറൂറഹും. ഹസ്ബിയല്ലാഹു വകഫാ സമിയല്ലാഹു ലിമൻ ദഅ ലൈസ വറാഅല്ലാഹി മുൻതഹാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ ദഅവത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഉടമയായ അള്ളാഹുവും അടിമയായ മനുഷ്യനും തമ്മിൽ നടത്തുന്ന മുനാജാത്തിനെ കുറിച്ചാണ്. സാങ്കേതികമായി പലതരത്തിലും ദഅവത്ത് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് തഹ്ദിയത്താണ്. ഹിദായത്തിലേക്ക് ആളുകളെ വഴി നടത്തുന്നതാണ് തഹ്ദിയത്ത്. രണ്ടാമത്തേത് ഇസ്ലാഹാണ്. മനുഷ്യന്മാരുടെ അഖീദ ശരിയാക്കിയെടുക്കുന്നതാണ് ഇസ്ലാഹ്. മൂന്നാമത്തേത് ഇർഷാദാണ്. എത്തിയ ആളുകളെ നന്നാക്കിയെടുക്കുന്നതാണ് ഇർഷാദ്. നാലാമത്തേത് വഅദാണ്. ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതാണ് വഅദ്. തഹ്ദിയത്ത് എന്ന ഒന്നാമത്തേത് ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വഴി നടത്തുക എന്നത് വഴി കാണിച്ചു കൊടുക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. വഴിയിലേക്ക് ചേർക്കേണ്ടവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ഹിദായത്ത് പറഞ്ഞു കൊടുക്കാനും ഹിദായത്ത് കാണിച്ചു കൊടുക്കാനും അറിയിച്ചു കൊടുക്കാനും മാത്രമേ കഴിയുള്ളൂ. ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹു തആലാക്ക് മാത്രമേ കഴിയുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങൾ ഉദ്ദേശിച്ച ആളുകളെ ഹിദായത്താക്കാൻ കഴിയൂല. വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. മെയിൻ റോഡിൻ്റെ സൈഡിൽ ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പ്രവർത്തകരാരൊക്കെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്. പോലീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. അതുകൊണ്ട് എടുത്ത് മാറ്റിയില്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് പൈസ പോകും. അതുകൊണ്ട് മെയിൻ റോഡിൻ്റെ സൈഡിൽ ബൈക്കാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലാത്ത വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് പാർക്കിങ്ങിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യണം എന്നറിയിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഹിദായത്ത് നൽകാൻ അല്ലാഹു തആലാക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യും. ഹിദായത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥം. ഹിദായത്താക്കണേന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉദ്ദേശം ഹിദായത്തിലേക്ക് ചേർക്കണേ എന്നാണ്. ആക്കലും ചേർക്കലും രണ്ടാണ്. തലശ്ശേരിക്ക് ഇക്കൂടെ പോകുക എന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേക്ക് നേരെ വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു ഹിദായത്ത് ആക്കലാണ്. ഹിദായത്ത് ചേർക്കൽ പറഞ്ഞാൽ തലശ്ശേരിക്ക് ഇക്കൂടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ വണ്ടിയുടെ മുമ്പിൽ കയറി ഇരുന്നിട്ട് വിട്ടുവിടുക പറഞ്ഞു. അങ്ങനെ തലശ്ശേരി എത്തിയപ്പോൾ പറഞ്ഞു, ഇതന്നെയാണ് തലശ്ശേരി, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതിനാണ് ഹിദായത്തിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൻ്റെ ഇഹ്ദിനൻ്റെ അർത്ഥം ശരിക്ക് ഹിദായത്തിലേക്ക് ചേർക്കണേ എന്നാണ്. അത് മൗത്തോടുകൂടെ തീരുമാനമാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ജീവിതം കൊണ്ട് തീരുമാനമാവില്ല. ജീവിതം ശരിയായാൽ മൗത്തിൻ്റെ സമയത്ത് ഹിദായത്തിലാവാൻ സാധ്യതയുണ്ട്
അള്ളാഹു നീതിമാനാണ് എന്ന വിശ്വാസം നമ്മളെ അങ്ങനെ അറിയിക്കുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇസ്ലാഹാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അഖീദ നന്നാക്കിയെടുക്കലാണ്. മധ്യസ്ഥത വഹിക്കുന്നതിനും ഇസ്ലാഹ് എന്ന് പറയുകയൊക്കെ ചെയ്യും. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അഖീദ നേരാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ സമസ്തക്കാരാക്കുക, അതാണല്ലോ അഖീദ നേരാക്കുക എന്ന് പറഞ്ഞാൽ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ അഖീദയെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് അഖീദ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊക്കെ പള്ളിൻ്റെയും മദ്രസൻ്റെയും സ്ഥാപനങ്ങളുടെയൊക്കെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ എഴുതലുണ്ട് ഷാഫി, ഹനഫി, അംബലി, മാലിക്കി തുടങ്ങിയ നാലാലൊരു മദ്ഹബും കർമ്മശാസ്ത്രപരമായും വിശ്വാസപരമായി അശ്അരി, മാതുരീദി എന്നീ 2 ശ്രേണികളിൽ നിന്നൊന്നും സ്വീകരിച്ച് അനുഷ്ഠിച്ചു പോരുന്നവർ എന്നൊക്കെ പറയലുണ്ട്. അതിൻ്റെ പേരാണ് ഈ അഖീദ എന്ന് പറയുന്നത്. അത് ശരിയാക്കിയെടുക്കുക. കർമ്മശാസ്ത്രം ഒരു അഖീദ തന്നെയാണ്. ഫിഖ്ഹ് എന്ന് പറയുന്നത് ഒരു അഖീദയുടെ ഭാഗം തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നതാണ്. അനുകൂല സാഹചര്യത്തിൽ മാത്രമൊന്നല്ല മുസ്ലിമാവാൻ പറ്റുക, പ്രതികൂല സാഹചര്യത്തിൽ മുസ്ലിമാവാൻ പറ്റും. ഒരാളെ കയ്യും കാലൊക്കെ ഒരു ചങ്ങലയിലിട്ടിട്ട് ഇങ്ങനെ ബന്ധിച്ചൊരു മൂലൊക്കെ ഇട്ടുങ്ങാണ്ട് തോക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ നിന്നുങ്ങാണ്ട് അല്ലല്ല എന്ന് പറടാ ഇപ്പോൾ വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോൾ വെടി പേടിച്ചിട്ട് അല്ലല്ല എന്ന് പറഞ്ഞാൽ ദീനെന്ന് പുറത്ത് പോകില്ല എന്നാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ. അതുകൊണ്ട് അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നത് നമ്മുടെ കർമ്മശാസ്ത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അത് അഖീദയുടെ ഭാഗം തന്നെയാണ്. നിസ്കരിക്കാൻ കഴിയാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കണം, നിസ്കരിക്കാൻ കഴിയാത്ത ആൾ കിടന്നിസ്കരിക്കണം, കിടന്നിസ്കരിക്കാനും കഴിയാത്ത ആൾ തലോണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടണം നിസ്കരിക്കണമാതിരി, തലോണ്ട് ആംഗ്യം കാണിക്കാനും കഴിയാത്ത ആൾ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കണം നിസ്കരിക്കണമാതിരി, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ കഴിയാത്ത ആൾ കൽബിൽ നിസ്കാരത്തെ ഇങ്ങനെ നടത്തണം. കൽബിൽ നിസ്കാരത്തെ നടത്താൻ ഒരാൾക്ക് കഴിയൂലെങ്കിൽ നിസ്കരിക്കണ്ട, ഓൻ്റെ പേര് പിരാന്തം എന്നാണ്, നേരെ സ്വർഗത്ത് കൊണ്ടുപോകും. ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ പറ്റും എന്നത് ഈ പറഞ്ഞതൊക്കെ ഫിഖ്ഹാണ്, നമ്മളെ അഖീദയാണ്. നമ്മുടെ ഫിഖ്ഹ് എന്ന് പറഞ്ഞത് നമ്മുടെ അഖീദയാണ്. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ്. ആ പാടുള്ളത് അമലിയാത്തിലല്ല ദീനിയാത്തിലാണ്. നിങ്ങൾ പോയിട്ട് നോക്കിക്കൊണ്ട്. അത് ദീനിയാത്ത് എന്ന് പറഞ്ഞാൽ അഖീദ പറയുന്ന പുസ്തകത്തിലാണ് ഈ പാടുള്ളത്. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്ന് ദീനിയാത്തിലാണ് ആ പാടുള്ളത്. അപ്പോൾ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ അഖീദയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ അഖീദക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മളൊരാൾ വന്നിട്ട് ഒരു ദ്വാക്ക് ഇജാബത്തുള്ള ആളെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്നോടത്ത് പോയിക്കോളി, ഇന്ന ആളടുത്ത് പോയി പറഞ്ഞോളി എന്ന്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറയലുണ്ടല്ലോ, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് ഒരു ദിവസം രാത്രി ഇശാംസ്കാരം കഴിഞ്ഞിട്ട്, കണ്ണിയത്തിൻ്റെ താരീഖിലുണ്ട്, ഇശാംസ്കാരം കഴിഞ്ഞിട്ട് മഴ പെയ്യാൻ വേണ്ടി തോരുന്നു. സംഗതിയിൽ മഴ പെയ്തില്ല. സുബീക്ക് ജമാഅത്തിന് ആളുകൾ വന്നപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ഒരു തമാശക്കാരൻ, കമ്മിറ്റിക്കാരനും കൂടിയാണ്, ഒരു തമാശക്കാരൻ, അയാളിങ്ങനെ കാലിൻ്റെ വിരൽ മാത്രം ഇങ്ങനെ കുത്തിയിട്ട് നടന്നു, മടമ്പ് തട്ടിക്കാതെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഒപ്പമുള്ള ആൾക്കാർ ചോദിച്ചു, എന്താ ഇങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മഴ പെയ്തിട്ട് ചളിയോണ്ടേ എന്ന് പറഞ്ഞു. സംഗതി മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വിവരം കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മുമ്പ് പറഞ്ഞു, കണ്ണിയത്താമ്പത് ഇനി ഈ പള്ളിയിൽ ദർശനം നടത്തണമെങ്കിൽ മഴ പെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തു എന്നുള്ളതാണ്. ഇലക്ഷൻ സമയമായപ്പോൾ ഒരു ദിവസം ഒരാൾ ദ്വാരിപ്പിക്കാൻ വേണ്ടി ചെന്നു, നോമിനേഷൻ കൊടുത്ത ആൾ. കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, മത്സരിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അതിൽ ഉസ്താദ് തോരുന്നു, പഠിച്ചോനെ ഈ ചങ്ങായിനെ ജയിപ്പിക്കണേന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ എതിർ സ്ഥാനാർത്ഥി വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് വേറൊരാൾ വന്ന് ദ്വാരപ്പിച്ച് പോയി പറഞ്ഞു. എന്താ വെച്ചാൽ രണ്ടാമത് ദ്വാരക്കാൻ പറ്റില്ല, കാരണം ആദ്യത്തേന് ഇജാബത്ത് ഉറപ്പാണ്. നമുക്ക് എത്രയും ദ്വാരക്കാം, കാരണം എന്താ വെച്ചാൽ ഇജാബത്ത് ഉറപ്പൊന്നുമില്ലല്ലോ. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ ആയിരുന്നില്ല എന്നല്ല. അതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ
ഒരു ദ്വാക്ക് ജാപത്തുള്ള ആളെ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ ചൂണ്ടിക്കാണിക്കാണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ മദ്ഹിയിൽ ശരിയല്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് പറയണില്ല എന്നേ ഉള്ളൂ. സംഗതി നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്. സുന്നികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണത്. അതുകൊണ്ട് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെങ്ങനെ കൊണ്ടുവരാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എന്തുകൊണ്ടാണോ സമസ്തക്കാരായത് അതുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറയും സമസ്തയാവുള്ളൂ. നമ്മൾ എന്തുകൊണ്ടായിട്ടുള്ളതെന്ന് നമ്മളിതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. മുൻഗാമികളായ സമസ്തയുടെ മൺമറഞ്ഞുപോയ ആളുകളുടെ മനാക്കിബുകൾ കേട്ടതാണ് നമ്മൾ സമസ്തക്കാരായതിൻ്റെ കാരണം. പുതിയ തലമുറയും സമസ്തയിലേക്ക് വരണമെങ്കിൽ അതേ മാർഗം തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇർഷാദാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നാലാമത്തെ വയലിനെ പറ്റി പറയാം. വയല് എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഉപദേശങ്ങൾ കൊടുക്കുന്നതിനും അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് തർഗീബ്, മറ്റൊന്ന് തർഹീബ്. തർഗീബ് എന്ന് പറഞ്ഞാൽ പൂതിയൊപ്പിക്കുക, തർഹീബ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. വയലിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണത്. ഒന്ന് തർഗീബും മറ്റൊന്ന് തർഹീബും. പൂതിയൊപ്പിക്കുക, തർഗീബാക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ കാണാം, റജബ് മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെ റജബ് എന്ന ഒരു തടാകമുണ്ട്. റജബ് മാസത്തിൽ ഒരു നോമ്പ് നോൽക്കുന്ന ആൾക്ക് ആ തടാകത്തിൽ നിന്ന് അല്ലാഹു തആല കുടിപ്പിക്കുന്നതാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് തർഗീബ് പറയുന്നത്. അത് പറഞ്ഞു കാണിച്ചെന്നാൽ വിശദീകരിക്കണേക്കാൾ എളുപ്പമുണ്ടല്ലോ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്തതാണ്. തർഹീബ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. പേടിപ്പിക്കുക എന്താ പേടിപ്പിക്കുക പറഞ്ഞാൽ പലിശയിൽ നിന്ന് അമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാകുന്നു. വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണെങ്കിൽ കഠിന കഠോരവുമാണ്. വ്യഭിചാരി അന്ത്യനാളിൽ വരുമ്പോൾ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചു കൊണ്ടിരിക്കുമെന്നും ആ ചലത്തിൻ്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്കുണ്ടാകുമെന്നും വ്യഭിചാരിയുടെ തൊട്ടടുത്ത് നരകത്തിൽ കിടക്കുന്ന ആൾ പോലും അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നുമാണ് മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇതാണ് തർഹീബ് എന്ന് പറഞ്ഞ സാധനം. ഇത് രണ്ടുമാണ് വയതിലുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി വയതിലുള്ളത് താരീഖുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ നന്മയിലേക്ക് അടുപ്പിക്കുക എന്നതാണ്. താരീഖ് പറയുന്നതിന് 3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം അതുപോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കലാണ്. എല്ലാ സമയത്തും നടന്നോണമെന്നില്ല. ചിലപ്പം നടക്കും, ചിലപ്പം നടക്കാതിരിക്കും. രണ്ടാമത്തെ ഒരു ഗുണമുള്ളത് നിയ്യത്തുറക്കാൻ താരീഖ് പറ്റും എന്നുള്ളതാണ്. ഒരു അമല് കൽബിൽ ഉറക്കാൻ താരീഖ് പറ്റും. വെള്ളിയാഴ്ച നമ്മളൊക്കെ നാട്ടിൽ പോത്തിനറക്കലുണ്ട്. വെള്ളിയാഴ്ചത്തെ അറവിന് വേണ്ടത് നല്ലൊരു മൂരിക്കുട്ടി വേണം, അല്ലെങ്കിൽ ഒരു പോത്തും കുട്ടി വേണം. പിന്നെ നല്ല മൂർച്ചുള്ള ഒരു കത്തിയും വേണം. പിന്നെ അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കും വേണം. ഇങ്ങനെ 3 സാധനമാണ് അറക്കാൻ വേണ്ടത്. വലിയൊരുനാൾക്ക് നമ്മളവിടെ പോത്തിനെയും മൂരിനെയൊക്കെ അറക്കും. അതിനും വേണ്ടത് ഈ 3 സാധനമാണ്. ഒരു മൂരിക്കുട്ടിയും വേണം, മൂർച്ചുള്ള ഒരു കത്തിയും വേണം, അറക്കാൻ പറ്റുന്ന ഒരു മൊല്ലാക്കും വേണം. വെള്ളിയാഴ്ചത്തെ അറവും ഉദ്ഹിയ്യത്തിൻ്റെ അറവും തമ്മിൽ വേർതിരിയുന്നത് ഉദ്ഹിയ്യത്തിൻ്റെ അറവിന് പിന്നിൽ ഒരു താരീഖുണ്ട് എന്നതാണ്. അത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കാൻ കൊണ്ടുപോയ താരീഖാണ്. പക്ഷേ ചില താരീഖ് ഉപദ്രവമായിട്ട് വരലുണ്ട്. എല്ലാതും ഉപകാരമൊന്നുമല്ല, ചില താരീഖ് ഉപദ്രവമാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയ കഥ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക. ഞാൻ അങ്ങനെ നൊലോളിച്ച് പറഞ്ഞു. അങ്ങനെ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ എനിക്കത് അങ്ങനെ പറയാൻ കഴിയൂല. അറക്കാൻ കൊണ്ടുപോയിട്ട് പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും അത് ജിബിരിയിൽ സ്വർഗത്തുനിന്ന് ആടിനെ കൊടുന്ന കേസല്ലേ. സംഭവം ജിബ്രീൽ അലൈഹി ഇസ്ലാം സ്വർഗത്തുനിന്ന് ആടിനെ കൊണ്ടുവന്നു എന്ന ഇൽമ് നമുക്കവിടെ ഉപദ്രവമായിട്ടാണ് മാറുന്നത്.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം സ്വർഗത്തു നിന്ന് ആടിനേറ്റ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അറക്കാൻ കൊണ്ടുപോയത് തന്നെയാണ്. അല്ലാഹു തആല നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് വഹി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പം മരിച്ചു എന്ന് കരുതി പറഞ്ഞ തന്നെയാണ്. വാപ്പ നിങ്ങളോട് എന്താണ് കൽപ്പന, അത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞത് ആടിനെപ്പോൾ കൊണ്ടുവരുന്ന് കരുതി പറഞ്ഞതല്ല, ജീവൻ പോകുന്ന കരുതി പറഞ്ഞത് തന്നെയാണ്. ഇങ്ങനെ ചില വിവരങ്ങളും ചില താരീഖുകളൊക്കെ ഉപദ്രവം ആവലുണ്ട്. പക്ഷേ ഭൂരിഭാഗം താരീഖുകളും ഉപകാരം തന്നെയാണ്. അപ്പം നിയ്യത്ത് തുറക്കാൻ താരീഖ് പറ്റും. താരീഖിൻ്റെ മൂന്നാമത്തെ ഒരു ഗുണമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവാൻ താരീഖ് പറ്റും. താരീഖ് ശരിക്കും അതിനുള്ളതാണ്. നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴേക്ക്, ഒരു 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുമ്പോഴേക്ക്, 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോഴേക്ക് വലിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നുക. ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, തഹജ്ജുദിൻ്റെ പോരിശ അങ്ങനെ പറയും. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഉറങ്ങണതിൻ്റെ മുന്നേ എല്ലാ ദിവസവും രാത്രി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ 2 റക്അത്ത് തഹജ്ജുദ് ഒടുക്കും എത്തുന്നില്ല എന്ന് മനസ്സിലാവും. സാലിം ഫൈസി വലിയ വേദന, മൂപ്പരിങ്ങനെ നടന്ന് പറയുന്നല്ലേ, എന്തോ ഒരു വേദാന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മുഹിയുദ്ദീൻ മാല അങ്ങനെ പാടിയത്. 40 ഇറ്റാണ്ടോളം വയത് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. അപ്പോഴാണ് നമ്മളെ വേദന എടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുക. താരീഖ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മൂന്നാമത്തതാണ്, നമ്മളെവിടേക്കും എത്തിയില്ലല്ലോ പടച്ചോനെ എന്ന് മനസ്സിലാവും. ഇതാണ് സംഗതി. അപ്പോൾ വയലിൽ ഇതൊക്കെ ഒരിഞ്ഞ് ബാക്കിയുള്ളൊരു സാധനമാണ് ഇർഷാദ്. മഹല്ല് തലങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കേണ്ടി വരുന്നത് ഇർഷാദിന് വേണ്ടിയിട്ട്. ഇനി അനുബന്ധമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. നസീഹത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കൗൺസിലിങ്. മറ്റൊന്നുണ്ട് തർബിയത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പാരൻറ്റിങ്. ഇങ്ങനെ ദൈവത്തിൽ ഇനിയും ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഇർഷാദിനെ കുറിച്ച് പറയാം. ഇർഷാദ് എന്നത് മഹല്ല് തലങ്ങളിൽ നമ്മളെപ്പോഴും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മഹല്ലത്തുകളിൽ നമ്മൾ അഭിമുഖീകരിക്കാനുള്ളത്. ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായ വിപത്തുകൾ 4 എണ്ണമാണെന്നാണ് വിനീതമായ എൻ്റെ നിരീക്ഷണം. 1, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. 2ാമത്തേത് വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നു. 2, വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. 3ാമത്തേത് റിദ്ദത്ത്, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോവുക എന്ന റിദ്ദത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നതിൻ്റെ കാരണം. സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറേ ഉണ്ട്. മദ്യം മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല, ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം, സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിന വണ്ടീനെ എടുത്തുങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനമൊക്കെ ഉണ്ട് എടുത്തിട്ട് തന്നെ. ഇതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ. അവസാനം കൗണ്ടറിൽ എത്തിയേക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കയ്യിൽ കാശില്ലായിട്ട് കാർഡ് എടുത്ത് കൊടുക്കണതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സാധനം വാങ്ങണം, നല്ലത് വാങ്ങണം, ക്വാളിറ്റി ഉള്ളത് വാങ്ങണം, ഒക്കെ വേണം. പക്ഷെ ആവശ്യമുള്ളതല്ല വാങ്ങണ്ടേ, കാണുന്നതല്ലല്ലോ വാങ്ങണ്ടേ. നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങൽ, കാണുന്നതൊക്കെ അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക്, അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. ഒരു 100 റുപ്യൻ്റെ ബനിയൻ വാങ്ങാൻ വേണ്ടിയിട്ട് 10 പീടി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതൊരു കടയിൽ കയറി അവിടെ 4 ഐറ്റം ഉണ്ടാവും, അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് അധികവും ആവശ്യമുള്ളതല്ല, കാണുന്നതൊക്കെയാണ് വാങ്ങുക എന്നുള്ളതാണ്. കണ്ടപ്പോൾ എന്താ ആവശ്യമില്ലാത്ത? കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ, എല്ലാ സാധനവും ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ള നിലപാട് ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. 2ാമത്, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനധർമ്മങ്ങൾ പരിശീലിപ്പിക്കണം. ദാനധർമ്മം ഏതൊരു സമൂഹത്തിലുണ്ടോ അവരിൽ മാത്രമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ. 1 കൊടുത്താൽ 10 കിട്ടുന്ന ഇടപാട് ദാനധർമ്മമല്ലാത്ത വേറൊന്നുമില്ല.
അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്നാണ്. 7 തലമുറ പിന്നിടുന്നതിൻ്റെ മുമ്പായിട്ട് 10 ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമെന്നാണ് ദാനധർമ്മം. ആരെങ്കിലും ഒരാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ധനികനാകുന്നുണ്ടെങ്കിൽ ഓൻ്റെ 7 തലമുറയിൽ ഏതെങ്കിലും ഒരു വല്യപ്പ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നതിന് ശേഷം വലിയ ധർമ്മിഷ്ഠനായിരുന്നു. സംഗതി മക്കത്തുനിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് എല്ലാം മക്കത്തിട്ടുങ്ങാണ്ട് പോകുന്നതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുഹാജിറാണ്, അൻസാരി അല്ലല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ എന്ത് ചോദിച്ചാലും മൂപ്പര് കൊടുക്കും. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയതറിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ടുവരികറിഞ്ഞ് പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ 14,000 ദിർഹംസ് ഉണ്ടായിരുന്നു അന്നിട്ടോ. 1400 കൊല്ലം മുമ്പ്. ഇന്നെന്നെ പേരയിലാർക്കാ 14,000 ദിർഹംസ് ഉണ്ടാകുക നോക്കണം. എന്നിട്ട് അതിന് 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയതറിഞ്ഞപ്പോൾ എല്ലാവരും കയ്യും പോലൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നീച്ചു നിന്നിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ. വയല് പിന്നെയും പറഞ്ഞു, രണ്ടാമോ നീച്ചിട്ട് പറഞ്ഞു, 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധം ഞാൻ തരാൻ. മക്കത്തുനിന്ന് മദീനത്തേക്ക് കയ്യും വീശിക്കാണ്ട് പോയ ആളാണ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. എന്തേ കൊടുക്കാണ്ടതിൻ്റെ കാരണം? മൂപ്പര വാപ്പ ധർമ്മിഷ്ഠനായിരുന്നു എന്നുള്ളതാണ് കാരണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഫ്ഫാൻ എന്ന വാപ്പ വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹി ഇസ്ലാമും ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമും നടന്നു പോകുമ്പോൾ 3 സംഭവങ്ങളിലുണ്ടായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മതിൽ നന്നാക്കി കൊടുത്തത്. മതിൽ നേരാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു, ആ മതിലിൻ്റെ ചോട്ടിൽ അങ്ങാടിയിൽ താമസിക്കുന്ന കുട്ടികളെ സമ്പത്തുണ്ട്, അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. അവിടെ അതിൻ്റെ തഫ്സീർ കാണും, വക്കാന അബൂഹുമാ സ്വാലിഹ, ഓലെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊടുത്ത് കാണാം. ഈ വാപ്പ എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടല്ല, 7ാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു ധർമ്മിഷ്ഠനായിരുന്നു എന്ന് കാണാം. സമ്പത്തിൻ്റെ പരിപാലനം, സമ്പത്തിൻ്റെ വളർച്ച, ദാനധർമ്മങ്ങളാണ്. അത് നാട്ടിലുണ്ടാവണം, അത് കുടുംബത്തിലുണ്ടാവണം, അത് പെരയിലുണ്ടാവണം. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇടയ്ക്കൊരു വെള്ളിയാഴ്ച ഒഴിവായാലും മിക്കവാറും വെള്ളിയാഴ്ചകളിലൊക്കെ ഏതെങ്കിലും സാധുക്കൾക്കുള്ള പിരിവുണ്ടായിരിക്കണം. എന്നാൽ ആ പ്രദേശത്ത് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവും, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും. അപ്പോൾ പലിശ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പിന്നുള്ളത് വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. വ്യഭിചാരം വ്യാപകമായതിൻ്റെ കാരണം ഇന്ന് അതിൻ്റെ ഒരു ഗൗരവം അങ്ങനെ കുറഞ്ഞു വരുന്നു. ഈ സഹവാസത്തിലെ സൂക്ഷ്മത കുറവ് അല്ലെങ്കിൽ ഹിജാബിൻ്റെ സൂക്ഷ്മത കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറയാം. ഹിജാബ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായി മാറിയിട്ടുണ്ട്. ഹിജാബ് കുറേ എണ്ണുണ്ട്. കണ്ണിൻ്റെ ഹിജാബുണ്ട്, അത് ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ്. ഹിജാബിൽ ആകെ വ്യത്യാസമുള്ളത് ഒരു ഹിജാബ് മാത്രമേ ഉള്ളൂ. കണ്ണിൻ്റെ ഹിജാബുണ്ട്. പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല, സ്ത്രീ പുരുഷനെ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. പിന്നെ അതിന് വേറൊരു തലം കൂടിയുണ്ട്. നോട്ടമുണ്ട്, നോക്കലുണ്ട്, കാണിക്കലുണ്ട്. പുരുഷനെ സംബന്ധിച്ച് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് കാണിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. ആണുങ്ങൾക്ക് നോക്കാനാണ് ഇഷ്ടം, പെണ്ണുങ്ങൾക്ക് കാണിക്കാനാണ് ഇഷ്ടം. ആണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ തിരിഞ്ഞു നോക്കും, പെണ്ണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ പർദ്ദയാണെങ്കിലും ഒന്ന് ഷെയ്പ്പാക്കിയിട്ടൊക്കെ ഒന്ന് ലെവലാക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് രണ്ടും നോട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നോട്ടത്തിൻ്റെ ഹിജാബ് എന്നത് ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ്. പിന്നൊന്നുള്ളത് സംസാരത്തിൻ്റെ ഹിജാബാണ്. അതും ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ്. നോക്കലും കാണലും രണ്ടാണ്, വ്യത്യാസമുണ്ട്. നോക്കണതിന് കുഴപ്പമാണ്, കാണുന്നതിന് കുഴപ്പമില്ല. തിങ്കളാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി 10 മണിക്ക് KSRTC ബസ്സിൽ കയറിയപ്പോൾ കണ്ടു, ഒരു കുഴപ്പമില്ല. ചൊവ്വാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി KSRTC ബസ് കയറിയപ്പോൾ പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി KSRTC ബസ് കയറിയപ്പോൾ പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി KSRTC കയറി, അത് വേറെ സാധനമാണ്. അപ്പോൾ വേറെ സാധനമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുക എന്നുള്ളതും നോക്കുക എന്നുള്ളതും രണ്ടാണ്. കാണുന്നതല്ല പ്രശ്നം, നോക്കലാണ് പ്രശ്നം. അത് ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ്. പിന്നൊന്നുള്ളത് സഹവാസത്തിൻ്റെ ഹിജാബാണ്. ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ്. ഒരാണും ഒരു പെണ്ണും ആരുമില്ലാത്ത സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറഞ്ഞുകൊടുത്ത് ആണിൻ്റെ ഹിജാബ് ഒരേമാതിരിയാണ്, പെണ്ണിൻ്റെതും ഒരേമാതിരിയാണ്.
പിന്നെ ഇനി ഒരു ഹിജാബ് ഉള്ളത് ശരീരത്തിൻ്റെ ഹിജാബാണ്. അത് ആണിൻ്റെ ഹിജാബും പെണ്ണിൻ്റെ ഹിജാബും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ ശരീരവും ഒരേമാതിരി അല്ലാത്ത തന്നെയാണ്. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഒരു ഹിജാബ് ഉണ്ട്, അതിന് കൽബിൻ്റെ ഹിജാബ് എന്നാണ് പറയുക. അതും ആണും പെണ്ണിനും ഒരേമാതിരിയാണ്. ഇതൊന്നും നടക്കാത്തൊരു സമയത്ത് കൽബുകൊണ്ടുള്ളൊരു ഹിജാബ് ഉണ്ട്. അത് പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും ഒരേമാതിരിയാണ്. അതുകൊണ്ട് ഈ ഹിജാബ് പാലിക്കാത്തതാണ് വ്യഭിചാരം വ്യാപകമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൂടെ ഒരുപാട് വിപത്തുകൾ വരാനുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറഞ്ഞത് ലൈംഗികതയുടെ വിജയമാണ്. ലൈംഗികത വിജയമില്ലാതെ പോകും നേത്ര വ്യഭിചാരിക്ക് എന്നാണ്. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന ആൾക്ക് ലൈംഗിക ജീവിതം സംതൃപ്തമല്ലാതെയായി മാറും. അപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നമായി മാറും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുമൂലം വരാനുണ്ട്. അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ളൊരു കാര്യം. ഇന്ന് പ്രണയം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി ഇസ്ലാം ദീൻ പ്രണയത്തിനെതിരൊന്നുമല്ല. നല്ലോണം പ്രണയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത്. പ്രണയത്തിന് സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 പുരുഷന്മാർ 2 സ്ത്രീകൾ അള്ളാൻ്റെ മാർഗത്തിൽ പ്രണയിച്ചാൽ അവർക്ക് അർശിൻ്റെ കൊട പിടിച്ചു കൊടുക്കുന്നൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പ്രണയിച്ചിട്ട് ഒരാൾ ഒരു ഉരുള ചോറെടുത്തിട്ട് ഇങ്ങനെ വായയിൽ വെച്ച് കൊടുത്താൽ അതിന് അള്ളാഹു തആല കൂലി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് കല്യാണത്തിൻ്റെ ശേഷമാണെന്ന് മാത്രം. നമ്മളിപ്പോൾ നിന്ന് വ്യത്യാസം വന്നത് എവിടെ വെച്ചാൽ, കല്യാണത്തിന് മുമ്പ് 2 ആൾക്കാർ തമ്മിൽ പ്രണയിച്ച് പിന്നെ ഓൻ്റെ മോന്തൊക്കെ ഒന്നാൻ കൊടുത്തു. എന്നാൽ മൂപ്പർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവിത എഴുതും. വേലിപ്പാടർപ്പിയിലെ മൈലാഞ്ചി കാട്ടിൽ നീ ആരാരുമില്ലാതാനിച്ചിരുന്ന് വേണ്ടാത്ത ഓരോരോ വേലകൾ കാണിച്ച് എൻ്റെ മനസ്സിൽ കടന്നു വന്ന്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആടി കിട്ടിയാലും മഹല്ലമറ്റി ഉടനെ കത്തെഴുതും. സംഗതി രണ്ടും ഇത് തന്നെയാണ്, വ്യത്യാസം ഉണ്ടെന്നുണ്ട്. ഇസ്ലാം ദീൻ പ്രണയത്തിന് അനുകൂലമാണ്, പക്ഷെ കല്യാണത്തിന് ശേഷമാണ്, അതിൻ്റെ മുന്നല്ല എന്ന് മാത്രം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒന്നിങ്ങനെ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഏത് പ്രശ്നങ്ങൾ പഠിക്കുമ്പോഴും 3 കാര്യങ്ങൾ പഠിക്കണം. 1, എന്താണ് പ്രണയം? 2, എന്തിനാണ് പ്രണയം? 3, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പ്രണയം? പ്രണയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടാത്തൊരു സാധനമാണ്. അതിങ്ങനെ നേടുമോ നഷ്ടപ്പെടുമോ എന്നതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് വരുന്നൊരു ഫീലിങ്ങിനാണ് പ്രണയം എന്ന് പറയുന്നത്. കിട്ടോ പോകുമോ കിട്ടിയേക്കാറല്ലേ, അല്ല പോയാലോ, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നൊരു സാധനം, അതിൻ്റെ പേരാണ് ശരിക്കും ഈ പ്രണയം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്തിനാണ് പ്രണയിക്കുന്നത് എന്നാണ്. എന്തിനാണ് പ്രണയിക്കണതെന്ന് മനസ്സിലാവണമെങ്കിൽ പെട്ടെന്ന് സമ്മതിക്കൂല. പക്ഷെ പ്രണയിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. ശരീരത്തിന് വേണ്ടിയാണ് പ്രണയിക്കുന്നത്. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കാണുന്നു, സംസാരിക്കുന്നു, അവളുടെ ശരീരമാണ് അവനെ ആകർഷിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഏതൊരു പെണ്ണാണെങ്കിലും ഒറ്റയടിക്ക് ശരീരം കൊടുക്കൂല. അപ്പോൾ ശരീരം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മാനസികമായി അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ശരീരം കിട്ടാനാണ് പ്രണയിക്കുന്നത്. ഇത് വളരെ ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാവും. ശരീരം കിട്ടുന്നത് വരെ അത് ഉയരത്തിലേക്ക് പോവുകയും ശരീരം കിട്ടിയാൽ താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത് എന്തിനാണ് പ്രണയിക്കുന്നത്. മൂന്നാമത് പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് വേണ്ടതെന്നാണ്. സോഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗം. ഏതാണ് പ്രണയത്തിലേക്കായിട്ടുള്ള സോഴ്സ്, അതിനെ നിർബന്ധമായും കട്ട് ചെയ്യണം. ആണിനും അങ്ങനെ തന്നെയാണ്, പെണ്ണിനും അങ്ങനെ തന്നെയാണ്. എൻ്റെ മനസ്സും എൻ്റെ ശരീരവും മറ്റൊരാൾക്ക് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല എന്ന ഒരു ആത്മധൈര്യവും ഒരു തീരുമാനവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സംഗതി SKSF അങ്ങനത്തേലൊന്നും പെടൂല. എന്നാലും നമ്മൾ പറയണമല്ലോ, സംഗതി പറയുമ്പോൾ മുഴുവൻ പറയണമല്ലോ എന്നുള്ള നിലയിൽ പറയാണ്. അമൃതോത്തരം കഷായത്തിന് തന്നെ പനി ബാധിച്ചാൽ പിന്നെ പനി ഉണ്ടാകുമ്പോൾ വേറെ എന്താ കൊടുക്കുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗതി നമ്മളതിലൊക്കെ വളരെ ഉഷാറുള്ള ആൾക്കാരാണ്. എന്നാലും എൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കൂല എന്നൊരു തീരുമാനം, പ്രത്യേകിച്ച് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്നവർ, ഇപ്പോൾ ഭൗതിക കലാലയം എന്നൊന്നും പറയാനില്ല, എല്ലാ കലാലയങ്ങളിലും പഠിക്കുന്ന ആൾക്കാർ ആ വിഷയത്തിലൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കണം എന്ന് സാന്ദ്രമായി പറയുന്നു. കുടുംബജീവിതം തുമ്പില്ലാതാവും. മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന്
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹറാമിൽ തുടങ്ങിയത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെടുക. മാ നബത്ത ഫിൽ ഹറാമി, ഹറാമിൽ ഉണ്ടായിത്തീരുന്നത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പോയി പിന്നെ അവസാനം അങ്ങോട്ടാണ് എത്തുക. അതുകൊണ്ട് വേണ്ടാത്തതിന് നിൽക്കേണ്ട, ഒഴിവാകൽ വളരെ അത്യാവശ്യമാണ് എന്നതാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളൊരു കാര്യം. പിന്നുള്ളത് ലഹരിയുടെ ഉപയോഗമാണ്. പിന്നെ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം, ലഹരിയുടെ ഉപയോഗം വ്യാപകമാവും എന്ന് പറഞ്ഞ് നമ്മൾ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൽ ഈ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ലഹരി എന്ന് പറയുന്നത് എന്താണ്? സൂറത്തുൽ മാഇദയിലെ 91, 92 ആയത്തുകളാണ് ലഹരിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് റിജിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 മിൻ അമലി ഷൈത്താൻ എന്നും പറഞ്ഞിട്ടുണ്ട്. റിജിസാണ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമാണ്, നജീസാണ്, വൃത്തികേടാണ്, മോശപ്പെട്ടതാണ്. ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് റിജിസാണ്, മോശപ്പെട്ടതാണ്. രണ്ടാമത്തേത് മിൻ അമലി ഷൈത്താൻ, ഷെയ്ത്താൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഈ ഷെയ്ത്താനിയായ പ്രവർത്തനങ്ങൾക്കും ഇലാഹിയായ പ്രവർത്തനങ്ങൾക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഷെയ്ത്താനിയായ പ്രവർത്തനങ്ങളുടെ രസം വേഗത്തിലും ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ് കിട്ടുക. SKSSFൻ്റെ ഒരു വാർഷിക ക്യാമ്പിലേക്ക് ഒരിക്കൽ പോയതുകൊണ്ട് പിന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല. അതേ സമയത്ത് പൂരത്തിന് ഒരിക്കൽ പോയാൽ പിന്നെയും പോകും. ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശവും ഷെയ്ത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നുമാണ് ലഭിക്കുക. അതുകൊണ്ട് മദ്യപാനത്തിൻ്റെ രസം പെട്ടെന്ന് കിട്ടും. ഇതാണ് സംഗതി. അപ്പോൾ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം അതാണ്. രണ്ടാമത്തത്, എന്താണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നതാണ്. മാഇദയുടെ 92-ാമത്തെ ആയത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് അദാവത്ത് ബഗ്ളാ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ശത്രുതയാണ് പ്രധാനമായും ഉണ്ടാക്കി തീർക്കുന്നത് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത്, ലഹരിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ 2 കാര്യങ്ങൾ, ദുന്യവിയും ഉഖ്റവിയുമായി. രണ്ടാമത്തേത് സ്വന്തമായും സാമൂഹികവുമായി. ലഹരി കൊണ്ട് ശരിക്കും ലഹരിയെക്കുറിച്ച് സമൂഹത്തിൽ നല്ല ബോധവൽക്കരണം നടത്തണം. അതിൻ്റെ ദുന്യവിയായ ദോഷം പറഞ്ഞു കൊടുക്കണം, ഉഖ്റവിയായ ദോഷവും പറഞ്ഞു കൊടുക്കണം. ദുന്യവിയായ ദോഷം എന്ന് പറഞ്ഞാൽ മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത 80%, അല്ലാത്തതിന് 20%. വീഡിയോയിലിരിക്കുന്ന ആൾക്കാർ ചോദിക്കും, എന്താ വലിക്കാത്തവർക്ക് ക്യാൻസർ ഇല്ലെന്ന് ചോദിക്കും. 20% ഉണ്ട്, സംഭവമുണ്ട്. 20% വലിക്കുന്നവർക്ക് 80%, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് 80%, മദ്യപാനികൾക്ക് 80% ക്യാൻസറിൻ്റെ സാധ്യത. അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ചെലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന രോഗത്തെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ദുന്യവിയായ ബുദ്ധിമുട്ട് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തത്, അതിൻ്റെ ഉഖ്റവിയായ ബുദ്ധിമുട്ടിനെയും പറഞ്ഞു കൊടുക്കണം. ഉഖ്റവിയായ ബുദ്ധിമുട്ട് എന്താ? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മദ്യപിച്ചു, അങ്ങനെ അവൻ മരണപ്പെട്ടാൽ മാത്ത കാഫിറ, അവൻ കാഫിറായിട്ടാണ് മരിക്കുന്നത്. ഒരാൾ മദ്യപിച്ചു, അവന് ലഹരി ഉണ്ടായാൽ 40 ദിവസത്തെ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ബോധവൽക്കരണമാണ് പ്രധാനമായും വേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാഹിൻ്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ, ഇർഷാദിൻ്റെ മാർഗത്തിലേക്ക് വരുമ്പോഴൊക്കെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 4-ാമത്തേതിലേക്ക് വരാം. ഇന്ന് സമൂഹത്തിൽ 4-ാമതായി റിദ്ദത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലിബറലിസം, യുക്തിവാദം, സർവമത സത്യവാദം തുടങ്ങി പല സാധനങ്ങളും നാട്ടിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ലിബറലിസത്തിലാണെങ്കിലും യുക്തിവാദത്തിലാണെങ്കിലും സർവമത സത്യവാദത്തിലാണെങ്കിലും എല്ലാറ്റിലും പെട്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ബൗദ്ധികമായ ബുദ്ധിപരമായ വളർച്ചയുടെ കൂടെ ആത്മീയമായ വളർച്ച ഉണ്ടായിരിക്കണം. വേഗം മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. 3-ാം ക്ലാസ് മദ്രസയും 3-ാം ക്ലാസ് സ്കൂളാണ് ആകെ ഒരാൾക്കുള്ളതെന്ന് വിചാരിക്കുക. ഓൻ്റെ ഈമാനൊരു കുഴപ്പം പറ്റില്ല.
ഓനോട് അള്ളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ പോത്തിനെ തല്ലണ മുടുങ്കോലുംപടി തല മാറി പിടിച്ചിട്ട് പറയും ദേശം അടുത്തേക്ക് വാനയ്ക്കാൻ കാണിച്ചു തരാറി. ഓൻ്റെ ഇമ്മ എടുക്കും പോലല്ലോ. ഈ പോണത് വിദ്യാഭ്യാസമുള്ളവരതല്ല. എന്താ കാരണം? വിദ്യാഭ്യാസം വളർന്നു വരുന്നതിനനുസരിച്ച്, വിജ്ഞാനം വളർന്നു വരുന്നതിനനുസരിച്ച്, ഭൗതിക തലം വളർന്നു വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരണം. അത് 5ാം ക്ലാസ്സിലൊരു സർട്ടിഫിക്കറ്റിലും 7ാം ക്ലാസ്സിലൊരു സർട്ടിഫിക്കറ്റിലും അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുപോയി തൂക്കിയിട്ട് അവസാനിപ്പിച്ചതാണ് പ്രശ്നം. അപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തല ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് സംശയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സംശയം കൂടുമ്പോൾ ഇതിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംഭവിക്കുന്നു. ഒന്നാമത്തെ ഒരു വിഷയം, എൻ്റെ ഉസ്താദ് എന്നൊരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നുണ്ട് പുതിയ തലമുറക്ക്. എൻ്റെ ഉസ്താദ് എന്നൊരു സാധനം പലപ്പോഴും ഇല്ലാതായി പോകുന്നുണ്ട്. എൻ്റെ നാട്ടിൽ പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല, കേട്ട ഒരു പേരാണ് കുന്നത്തള്ളിയിലെ മഹമൂലേര് എന്നൊരു പേര്. ആളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. മഖ്ദൂം പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു കുന്നത്തള്ളിയിലെ മഹമൂലേര്. പഴയ കാലത്ത് ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടായാലും, അധികം തർക്കം ഉണ്ടാകുക മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും കഫൻ ചെയ്യുന്നിടത്തും കഫൻ തുണി മുറിക്കുന്നിടത്തൊക്കെയാണ് തർക്കം ഉണ്ടാകുക. തർക്കം ഉണ്ടായാൽ പഴയ ആൾക്കാർ പറയും കുന്നത്തള്ളിയിലെ മഹമൂലേര് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഉസ്താദ് എന്നുള്ളൊരു ബോധമാണത്. പുതിയ തലമുറക്കില്ല. പുതിയ തലമുറക്ക് ആ സാധനം ഇല്ലാതെ പോയിട്ടുണ്ട്. എന്താ കാരണം? ഒരു ഉസ്താദ് എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വരുന്നതിൻ്റെ മുമ്പായിട്ട് 2 സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മദ്രസന്നാണെങ്കിൽ റബീഉൽ അവ്വൽ 12 ഉസ്താദന്മാരത് ഫ്രെയിം ചെയ്തിട്ടാണ് തരാം. ഫ്രെയിം ചെയ്യേണ്ട പണിയും കൂടി ഇല്ല, കൊണ്ടുപോയി തൂക്കിയാൽ മതി. നമ്മളതും തൂക്കിങ്ങാണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഭൗതിക തലം വളരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളർന്നുകൊണ്ടിരിക്കണം. സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പഠിക്കാൻ വഴിയില്ലായിട്ടല്ലേ നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടാത്ത എന്ത് ചോദ്യപ്പം എന്നുള്ളത്, എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കിട്ടും. അതുകൊണ്ട് എൻ്റെ ഉസ്താദ് എന്നൊരു കാഴ്ചപ്പാടിനെ വളർത്തിക്കൊണ്ടുവരണം. സ്വദേശി ദർസുകൾ, നാട്ടിലുള്ള ദർസുകൾ, ഇതെല്ലാം അതിന് ഒരു പരിധിവരെ സഹായകമാവും. ഒരാൾ മരിക്കോളം ഓനൊരു വാപ്പ ഉണ്ടായിരിക്കണം, ഒരു ഉസ്താദ് ഉണ്ടായിരിക്കണം. വാപ്പ എന്ന ബോധം വാപ്പ മരിക്കണോട് കൂടെ പോകാൻ പാടില്ല എന്നാണ്. എന്നതുപോലെ ഉസ്താദ് എന്ന ബോധം മരിക്കോളം നിലനിൽക്കണം, എൻ്റെ ഉസ്താദ് എന്നൊരു ബോധം. രണ്ടാമത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പമാണ് ഈമാൻ്റെ അടിസ്ഥാനം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര നമുക്ക് അടുപ്പം കാണിക്കാൻ പറ്റുന്നുണ്ടോ അത് ഈമാൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം നബി തങ്ങളെ ശരിക്കും മനസ്സിലായി എന്നുള്ളതാണ്. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സ്ത്രീകളിൽ നിന്ന് ആദ്യമായിട്ട് വന്നത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ നബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാൻ്റെ റസൂലെ, നിങ്ങളെ അള്ളാഹു തആല നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ആൾക്ക് ഇങ്ങനെ ഒരാൾ വിരലൊക്കെ ഇങ്ങനെ ഈമ്പി വൃത്തിയാക്കുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് മാറുകയാണ്. ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ, ആൾക്കാരുടെ ഇടയിൽ നിന്ന് വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയെ മോശപ്പെട്ട കൾച്ചർ എന്ന് നമ്മൾ വിലയിരുത്തുന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. വാക്കുകളിലൊക്കെ നല്ലോണം സൂക്ഷിക്കാറുണ്ട്. ഈ കൗമാണ് തീരെ നേരാകാത്തതെന്ന് പറയും ചിലപ്പോൾ. ഏത് കൗമിനെ പറ്റി നമ്മൾ ഈ പറഞ്ഞതെന്നറിയോ? ലോകത്തെ ഏറ്റവും പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പറ്റി. നമ്മക്കാണ് സ്വർഗ്ഗം ആദ്യം ഉദ്ഘാടനം ചെയ്യണത്, നമ്മക്കാണ് സ്വർഗത്തേക്ക് ആദ്യം പ്രവേശനം നൽകുന്നത്. 120 വരികൾ സ്വർഗത്തിലേക്കുണ്ടാവുമെന്നും അതിൽ 90 വരി എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പ്രബോധന രംഗത്തേക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണം. സമസ്തയിലേക്ക് ആളുകളെ അടുപ്പിക്കണം. അത് നമ്മുടെ ഒരു ആവേശമായിട്ട് മാറണം. സമസ്ത ഒരു ആവേശം ഉണ്ടായാൽ എന്താ കിട്ടുക? ആവേശം ഉണ്ടായാൽ പാട്ടൊക്കെ പാടും. അങ്ങനെയാണ്. ഒരു പാട്ടാണ് പാടിയിട്ട് നിർത്തിയാലോ? ഹുദവ് എത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ പാടുമ്പോൾ എല്ലാവരും പാടിട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹു പാടി.
ما في قلبي غير الله نور محمد جل الله لا إله إلا الله حسبي ربي جل الله നീ എൻ്റെ തുണയല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാഹി ജന്നത്തിൽ ചേർക്കല്ലാ മുല്ലക്കോയ തങ്ങൾ പാപ്പ തന്നുള്ളൊരു സമസ്ത മാണിക്കക്കല്ല് ഇന്നതിന് ഒരു 100-ാം വയസ്സ പണ്ഡിതരും പരമോന്നതരും പിരി ശത്തിൽ നോക്കിയെടുത്ത പാവന വഴിയിൽ കൂടിക്കോ നീ മുത്തേ ഇത് നിഅമത്താ